ഈ 5 ട്രിക്സ് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഷോർട്സും വൈറലാകും. എന്നാൽ അതെങ്ങനെ നടക്കും? നോക്ക്, ഞാനിടുന്ന ഷോർട്സും 1K 2K വ്യൂസ് ആയാൽ പിന്നീട് വ്യൂസ് കിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ 5 ട്രിക്സും എൻ്റെ 4 ഷോർട്സിൽ ട്രൈ ചെയ്ത് അതിനെ അപ്ലോഡ് ചെയ്തു. കാരണം ആ ട്രിക്സ് വർക്കാകുമോ എന്നറിയണമല്ലോ. ആൻഡ് ഇപ്പം നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ എല്ലാം വ്യൂസ് 6K തൊട്ട് 10K വരെ ഉണ്ടെന്ന് കാണാൻ കഴിയും. എന്നാൽ ഞാൻ ആദ്യമേ പറയാം, ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇനി വരാൻ പോകുന്ന പാർട്ട് 3ൽ ഈ 5 എണ്ണം അല്ലാത്ത വേറെയും 5 ട്രിക്സ് പറയും. ആൻഡ് ഈ 10 ട്രിക്സ് നിങ്ങൾ ഒന്നിച്ച് ചെയ്താൽ ഏത് ഷോർട്സും വൈറലാക്കാൻ പറ്റും. മറന്നെങ്കിൽ ഓർത്തോ, ഈ 5 എണ്ണം പാർട്ട് 3 ഇടുമ്പോഴേ പറയൂ. ഇപ്പോൾ ബാക്കി 5 എണ്ണം പറയാം. ഫസ്റ്റ് ട്രിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വാങ്ങിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ ശരിയായിട്ട് വാങ്ങിച്ചാൽ വ്യൂസ് കൂടും. ഇനി തെറ്റായിട്ടാണ് വാങ്ങിച്ചതെങ്കിൽ പണിയും കിട്ടും. സോ ഇത് ശരിയായിട്ട് ഉപയോഗിക്കാൻ ഈ 5 കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആദ്യം ഇതുകൊണ്ടുള്ള ഗുണം പറയാം. മ്യൂസിക് വെച്ച് ആക്റ്റീവ് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനു വേണ്ടി തന്നെയാണ് നിങ്ങളിത് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ചാനൽ എന്താണ്? വല്ലപ്പോഴും ഷോർട്സ് ഇടുന്നതും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ളതുമായ ഒരു ചെറിയ ചാനൽ. സോ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങനെയും 1-2 ഷോർട്സ് വൈറലാക്കണം എന്നതാകരുത്. പകരം ഞാനിടുന്ന വീഡിയോസും ഷോർട്സും ഇഷ്ടമുള്ള ന്യൂ വ്യൂവേഴ്സിനെ ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ് ആക്കി മാറ്റുന്നതായിരിക്കണം. ഇവിടെയാണ് മ്യൂസിക് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം മ്യൂസിക്കിന് ഇമോഷൻസ് ഉണ്ടാക്കാനും നിയന്ത്രിക്കാനും പറ്റും. അത് ചിലപ്പോൾ സാഡായിരിക്കുന്നവരെ ഹാപ്പി ആയിരിക്കുന്നവരെ സാഡും ആക്കും. ഓവറോൾ നിങ്ങളുടെ ഷോർട്സ് കാണുന്നവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇമോഷൻസ് ഉണ്ടാക്കാൻ മ്യൂസിക് നിങ്ങളെ സഹായിക്കും. പ്രത്യേകിച്ച് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുന്ന സോങ്സ് സഹായിക്കും. സംശയമുണ്ട് അഖിലൻ നാടിയുടെ M4Techന്റെ ഇപ്പോഴത്തെ ഷോർട്സ് നോക്കിയാൽ മതി. എന്തെന്നാൽ അവർ ഈ ട്രിക്സ് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇങ്ങനത്തെ സോങ്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ടാകും. അതായത് നിങ്ങളുടെ ഷോർട്സിന് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുമ്പം അതിൻ്റെ വ്യൂസ് മോണിറ്റൈസേഷന് കൗണ്ട് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ പാട്ട് എൻ്റെ 20 ഷോർട്സിൽ ഉപയോഗിച്ച് അതിനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. എന്നിട്ടായിട്ട് ഓരോ ഷോർട്സിനും 5 ലക്ഷം വ്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചോ. അതായത് ഓരോ ഷോർട്സിനും 5 ലക്ഷം വ്യൂസ് വെച്ച് കിട്ടുമ്പം 20 ഷോർട്സിനോട് എനിക്ക് 1 കോടി വ്യൂസ് കിട്ടും. എന്ന് വെച്ചാൽ 10 മില്യൺ വ്യൂസ്. ഇവിടെ ഈ പാട്ടിന് ക്ലെയിം കിട്ടുന്നതായതുകൊണ്ട് തന്നെ എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും. എന്നാൽ ക്ലെയിം കിട്ടിയില്ലായിരുന്നേ. കിട്ടും എന്നാൽ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. സോ എനിക്ക് ക്ലെയിം കിട്ടിയില്ലായിരുന്നേ, ഈ 1 കോടി വ്യൂസ് വെച്ച് എനിക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റിയാണ്. അതായത് കാശ് കിട്ടി തുടങ്ങാൻ ഈ വ്യൂസ് സഹായിച്ചാണ്. പക്ഷേ ഇവിടെ ക്ലെയിം കിട്ടിയോണ്ട് തന്നെ യൂട്യൂബിൽ 1 കോടി വ്യൂസിനെയും മോണിറ്റൈസേഷന് കൗണ്ട് ചെയ്യില്ല. ഇനി നിങ്ങളുടെ ചാനൽ നേരത്തെ മോണിറ്റൈസ്ഡ് ആയാൽ തന്നെ നിങ്ങൾക്ക് 20 ഷോർട്സിലും വ്യൂസ് കിട്ടും. എന്നാൽ പൈസ കിട്ടില്ല. കാരണം അത് മൊത്തം നിങ്ങൾക്ക് ആരാണോ ക്ലെയിം തന്നെ അയാൾ കൊണ്ടുപോകും. എന്നാൽ നിങ്ങൾ എന്നെ പോലെ പൈസയല്ല മുഖ്യം, ഓഡിയൻസ് ആണെന്ന് കരുതുന്നെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം വാങ്ങിക്കുന്നത് വഴി ദോഷമല്ല, ഗുണമാണുള്ളത്. കാരണം നിങ്ങളെക്കൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിക്കും ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഷോർട്സ് തനിയെ വൈറലാകും. അഖിലൻ നാടിയെ പോലെ. എടാ, സോങ്സ് യൂസ് ചെയ്താൽ വ്യൂസ് കൂടും, ആക്റ്റീവ് ഓഡിയൻസിനെ കിട്ടും എന്നൊക്കെ നീ പറഞ്ഞേ. എന്നാൽ നീ ക്ലെയിം കിട്ടുന്ന സോങ് തന്നെ വേണം എന്താ എത്ര നിർബന്ധം? എന്താ ക്ലെയിം കിട്ടിയാലേ വൈറലാത്തുള്ളതുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ക്ലെയിം കിട്ടാത്ത സോങ്സ് ഉണ്ട്, അത് വീഡിയോയുടെ കൂടെ കേൾക്കാനും നല്ല രസമാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. അല്ലാതെ ക്ലെയിം കിട്ടുന്ന സോങ്സേ വൈറലാക്കൂ എന്നില്ല. എന്തിന്? മ്യൂസിക് ഇല്ലാതെ പോലും ഷോർട്സ് വൈറലാകും. എന്നാൽ ഞാൻ നോക്കിയിട്ട് ക്ലെയിം കിട്ടുന്ന സോങ്സാണ് കിട്ടാത്തതിനേക്കാളും നല്ലത്. കാരണം അത് ആളുകളുടെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചു പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഷോർട്സ് ഇട്ട 4 സോങ്സും ഞാൻ സാധാരണ കേൾക്കുന്ന പാട്ടാണ്, എനിക്കിഷ്ടമുള്ള പാട്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും കേൾക്കാൻ നല്ല രസമുള്ളതുമായ സോങ്സ് ഉണ്ടേ, അതിനെ ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമാണ് ഞാൻ പറഞ്ഞത്. അഖിലൻ നാട് ചെയ്യുന്ന പോലെ. എന്നാൽ നിങ്ങൾ ഞാൻ പറയുന്നതായിട്ട് ക്ലെയിം കിട്ടുന്ന സോങ്സ് ഉപയോഗിക്കുവാണേ, നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നത് നിർത്തേണ്ട ഒരു സമയമുണ്ട്. അതായത് നോ കോപ്പിറൈറ്റ് സോങ്സ് മാത്രം ഉപയോഗിച്ച് ഷോർട്സ് ഉണ്ടാക്കേണ്ട സമയം. കാരണം നമ്മുടെ ലക്ഷ്യം യൂട്യൂബിൽ സക്സസ് ആകുക എന്നതാണ്. അതിനാദ്യം ഓഡിയൻസ് വേണം, എന്നിട്ട് പൈസ വേണം. സോ നിങ്ങൾക്ക് അത്യാവശ്യം ഓഡിയൻസ് ആയി സബ്സ്ക്രൈബേഴ്സ് ആയെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുന്ന സോങ്സ് ഉപയോഗിക്കുന്നത് നിർത്തുക. എന്നിട്ട് വീണ്ടും നോ കോപ്പിറൈറ്റ് സോങ്സ് യൂസ് ചെയ്യുക. എങ്കിലേ ആ ഷോർട്സിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് പണം കിട്ടും. ശരിടാ, എനിക്ക് എല്ലാം മനസ്സിലായി. ഇനി ഞാൻ അടുത്ത ഷോർട്സ് തൊട്ട് പാട്ടിട്ട് കിട്ടോളാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സീക്രട്ട് ടിപ്പ് തരാം. സോങ്സ് യൂസ് ചെയ്യുമ്പം നിങ്ങളുടെ വോയിസും മ്യൂസിക്കും തമ്മിൽ ഒരു ബാലൻസ് വേണം. എന്ന് വെച്ചാൽ പാട്ടിൻ്റെ സൗണ്ട് കാരണം നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകരുത്. എപ്പോഴും വോയിസിനേക്കാൾ അല്പം സൗണ്ട് കുറച്ചേ മ്യൂസിക് സെറ്റ് ചെയ്യാവുള്ളൂ. അതായത് പാട്ട് കേട്ടാലും ഇല്ലേലും നിങ്ങൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് അവർക്ക് കേൾക്കാൻ പറ്റണം. എന്നാൽ ഇതിനു വേണ്ടി പാട്ടൊട്ടും കേൾക്കാതെ പോകാനും പാടില്ല. ഞാൻ സോങ്സിൻ്റെ സൗണ്ട് 3 മുതൽ 11 വരെയാണ് സെറ്റ് ചെയ്യാറ്. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം. ഞാൻ ചെയ്ത രണ്ടാമത്തെ കാര്യം ഷോർട്സ് ഇട്ടുകൊണ്ടിരുന്ന ക്യാപ്ഷൻസ് റിമൂവ് ചെയ്തതാണ്. എന്നാൽ നിങ്ങളിങ്ങനെ ചെയ്യല്. കാരണം ചിലർക്ക് ക്യാപ്ഷൻ ഇടുന്ന വഴിയാകും വ്യൂസ് കൂടുക, എന്നാൽ മറ്റു ചിലർക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ക്യാപ്ഷൻസ് നിർത്തുമ്പോഴാകും വ്യൂസ് കൂടുക. സോ നിങ്ങൾ ഇത് ഇടണോ വേണ്ടായോ എന്നറിയാൻ ഇട്ടാൽ എന്ത് നടക്കും, ഇട്ടില്ല എന്ത് നടക്കും എന്നത് മനസ്സിലാക്കണം. എന്നാൽ അതിനു മുമ്പ് ക്യാപ്ഷൻ എന്തുവാന്ന് പറയാം. ക്യാപ്ഷൻ എന്ന് വെച്ചാൽ ഈ കാണുന്ന ടെക്സ്റ്റാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വീഡിയോ പറയുന്ന കാര്യങ്ങളില്ലേ, അതിനെ ഇംഗ്ലീഷോ മലയാളമോ മംഗ്ലീഷോ ആയി വീഡിയോയുടെ ഇടയ്ക്ക് കാണിച്ചു പോകുന്നതാണ്. ഈ സബ് ടൈറ്റിൽ പോലെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് മാനുവലി ടൈപ്പ് ചെയ്യാം, അതായത് ഓരോ വാക്കും ടൈപ്പ് ചെയ്ത് പോകാം.
അല്ലെ ചില ആപ്സിൻ്റെ വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യാം. ഞാൻ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യാറായിരുന്നു പതിവ്, കാരണം ഓട്ടോമാറ്റിക്കായിട്ട് മലയാളം ലാംഗ്വേജ് ജനറേറ്റ് ആകത്തില്ലായിരുന്നു. ഭാവിയിലാകുമെന്നും അറിയത്തില്ല. എന്തായാലും സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് CapCut ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനാദ്യം വീഡിയോ ആഡ് ചെയ്ത് ക്യാപ്ഷൻ വേണ്ടിയിടത്തൊരു ടെക്സ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അത് എന്തെങ്കിലുമൊക്കെ എഴുതി നിങ്ങൾക്ക് വേണ്ട ഫോണ്ട്, കളറ്, സൈസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ശേഷം അതിനെ അവസാനം വരെ നീട്ടി വെച്ചേരെ ഇതേപോലെ. ഇനി ആ എഴുതിയതിനെ മാറ്റി ഒരു സ്പേസ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ വാക്കിനും കട്ടിട്ട് പോകണം. സോ കട്ടിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും. ഇനി വീഡിയോയുടെ ഈ ഭാഗത്ത് നിങ്ങൾ എന്താണോ പറയുന്നത് അതിനെ സ്പേസ് മാറ്റിയിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് പോകുക. ഇടയ്ക്ക് വേണേൽ കളറൊക്കെ മാറ്റി നിങ്ങളുടെ ബ്രാൻഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കാം, കാരണം അതെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും. ഇനി ഇത് ഇട്ടാനുള്ള ഗുണം എന്തെന്ന് പറയാം. ഇത് നിങ്ങളുടെ ബോറിംഗ് വീഡിയോയെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റും. അവരെ കൊണ്ട് ഇത് വായിക്കാൻ പ്രേരിപ്പിക്കും. അവർ വേണ്ടാന്ന് വെച്ചാലും അറിയാതെ വായിച്ചു പോകും, ഏകദേശം നിങ്ങൾ വായിച്ച പോലെ. ഇപ്പോഴും ഇതുവഴി അവരുടെ ശ്രദ്ധ നിങ്ങളുടെ ഷോർട്സിൽ കൊണ്ടുവരിക എന്നത് എളുപ്പമാണ്. കൂടാതെ ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഈ കളർ ഫോണ്ടും ഒക്കെ യുണീക്കായിട്ട് സെറ്റ് ചെയ്താൽ നിങ്ങളുടെ ബ്രാൻഡ് ഉണ്ടാകും. സോ ഇത്രയും യൂസുള്ള സാധനം ഞാൻ എന്തിനെടുത്ത് കളഞ്ഞ്? ഇനി നിങ്ങളും കളയണോ? ഓക്കെ, ഞാൻ എന്തിന് കളഞ്ഞെന്ന് പറയാം. അതിലാദ്യത്തത്, ഞാൻ നോക്കിയിട്ട് എൻ്റെ എല്ലാ ഷോർട്സിലും ഇടുന്ന സെയിം സാധനമാണ്. സോ ഒരു ചേഞ്ച് വരുത്താം, അതുവഴി ക്യാപ്ഷൻ സെറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം ലാഭിക്കാമെന്ന് കരുതി. ഇനി രണ്ടാമത്തെ കാരണം, ഞാൻ എൻ്റെ വ്യൂവേഴ്സിനെ തന്നെ കൺഫ്യൂസ് ചെയ്യിക്കുവാന്ന് എനിക്ക് തോന്നിച്ചതാണ്. അതേന്ന് അവർ നോക്കുമ്പോൾ എന്തോ ഒരു സാധനം സ്പീഡിന് മാറി മാറി പൊക്കോണ്ടേയിരിക്കുന്നു. എടാ നീ തന്നെ അല്ലേ പറഞ്ഞ ക്യാപ്ഷൻ ഇട്ട് അവരുടെ ശ്രദ്ധ കൂടത്തുള്ളൂ, വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആകുമെന്നൊക്കെ. പിന്നെന്തോ കൺഫ്യൂസ് ആക്കുമെന്ന് പറയുന്നത്? നോക്ക്, ഞാൻ മനസ്സിലാവുന്ന പോലെ പറയാം. എൻ്റെ ഷോർട്സിൽ അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി സ്റ്റോക്ക് വീഡിയോസിന് പുറമെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ടായിരുന്നു. പോരാഞ്ഞ് 2-3 സെക്കൻഡിൽ കുറവല്ലാത്ത ഒരു ക്ലിപ്പ് പോലും ഞാൻ ഇടാറില്ലായിരുന്നു. സംശയമുള്ളവർക്ക് ഈ 3 ഷോർട്സ് നോക്കിയാൽ കാര്യം കത്തും. അതുകൊണ്ട് പെട്ടെന്ന് മാറുന്ന ഈ ഐറ്റംസിൻ്റെ ഇടെ ഞാൻ ക്യാപ്ഷൻ കൂടി ഇട്ടാൽ അവർക്ക് കൺഫ്യൂസ് ആകും എന്നെനിക്ക് തോന്നി. വീണ്ടും പറയുന്നു, തോന്നി എന്ന് വെച്ചാൽ ഇത് വേസ്റ്റ് ആണെന്നാണോ? അല്ല, ഇത് എൻ്റെ ഓഡിയൻസിനെ കൺഫ്യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ ഈ 10 ട്രിക്സ് യൂസ് ചെയ്തിട്ട് ഒരു ഷോർട്സിൽ പോലും ഇതുവരെ ക്യാപ്ഷൻ ഇട്ട് നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഞാൻ അടുത്തൊരു ഷോർട്സിൽ ക്യാപ്ഷൻ ഇടുമ്പോഴായിരിക്കും അതിന് 10K കൂടുതൽ വ്യൂസ് കിട്ടുക. ശരി, ഇപ്പം ഞാനിത് ഇടണോ വേണ്ടായോ അത് പറ. നിങ്ങൾ നോക്കണം. ഇപ്പം ക്യാപ്ഷൻ ഇടുന്നുണ്ട്, എന്നാൽ വ്യൂസ് കുറവാണേ. അടുത്ത 10 ഷോർട്സ് ക്യാപ്ഷൻ ഇല്ലാതെ അപ്ലോഡ് ചെയ്യണം. എന്നാൽ നിങ്ങൾ ഇതുവരെ ക്യാപ്ഷൻ ഇട്ടിട്ടുമില്ല, വ്യൂസും കുറവാണെങ്കിൽ ഇനി ഇടാൻ പോകുന്ന 20 ഷോർട്സിൽ ക്യാപ്ഷൻ ഇട്ട് നോക്കുക. കാരണം എവിടെ ഉപയോഗിക്കണം എവിടെ ഉപയോഗിക്കരുത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവണേ. ആദ്യം എക്സ്പീരിയൻസ് വേണം. ക്യാപ്ഷൻ ഇട്ട് എങ്ങനെ ഉണ്ടാകുമെന്നറിയാൻ ഈ 3 ഷോർട്സ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ അത് ഈ ചാനലിലുണ്ട്. സ്റ്റിൽ ഞാൻ ക്യാപ്ഷൻ കളഞ്ഞത് എനിക്ക് ആ ക്യാപ്ഷൻ സെറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കൂടി വീഡിയോയുടെ ക്വാളിറ്റി കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം ഞാൻ ഉപയോഗിച്ച 3ാമത്തെ ട്രിക്ക് ക്വാളിറ്റിയുള്ള ഷോർട്സ് ക്വാളിറ്റിയുള്ള ടോപ്പിക്ക് ഇട്ടതാണ്. എന്നാൽ നിങ്ങളിത് എന്തിനു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയാൻ ഈ 4 കാര്യങ്ങൾ എന്തുവാന്ന് മനസ്സിലാക്കിയാൽ മതി. സോ ആദ്യം ഇത് എങ്ങനെ ചെയ്യണമെന്ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് M4Techൻ്റെ ഇപ്പോഴത്തെ വീഡിയോ. എന്നാൽ ഇതാണ് M4Tech പണ്ടിട്ട വീഡിയോ. ആലോചിക്ക്, M4Tech ഇപ്പോഴും ഇതേ രീതിയിലാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമായിരുന്നോ? ഒരിക്കലുമില്ല. അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് യുണീക്ക് ടോപ്പിക്ക് ഇട്ടുകൊണ്ടാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത്. ഇതേപോലെ ഞാനിട്ട് ആദ്യത്തെ അവസാനത്തെ ഷോർട്സ് എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലെ ക്വാളിറ്റിയുടെ ഇമ്പ്രൂവ്മെൻറ്റ്. എന്നാൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞത് ഞാനിടുന്ന ടോപ്പിക്ക് വരുത്തിയ മാറ്റമാണ്. അതായത് വീഡിയോയുടെ ഐഡിയ. ആലോചിച്ച് നോക്ക്, കുറേ പേർ ഉണ്ടാക്കിയതും ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഐഡിയാസ് ഞാൻ ഷോർട്സ് ഇട്ടാൽ അത് വൈറലാകുമോ? എന്ന് വെച്ചാൽ ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലുമായിട്ടുള്ള ടോപ്പിക്കിൽ തന്നെ ഞാൻ ഷോർട്സ് ഇട്ടാൽ അത് വൈറലാകുമോ? ഇല്ല. കാരണം കോമ്പറ്റീഷൻ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ അങ്ങനെ ആരും ഇടാത്തതും എന്നാൽ മലയാളികൾക്ക് വേണ്ടതുമായിട്ടുള്ള ടോപ്പിക്ക് ഷോർട്സ് ഉണ്ടാക്കാൻ തുടങ്ങി. മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുമായിട്ടുള്ള ടോപ്പിക്ക്. ഇതാകുമ്പോൾ കോമ്പറ്റീഷൻ കുറവായതുകൊണ്ട് തന്നെ ടൈം എടുത്താണെങ്കിലും വ്യൂസ് കൂടും. നിങ്ങളും ഇതേപോലത്തെ ഐഡിയാസ് കണ്ടെത്തി അതീ ഷോർട്സ് ഉണ്ടാക്കാൻ നോക്കുക. ഇതെങ്ങനെ ചെയ്യണം, വീഡിയോ ഐഡിയയുടെ ഇമ്പോർട്ടൻസ് എന്ത് എന്നൊക്കെ പറഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് ഇനിയും കൂടും. അതുകൊണ്ട് അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. എന്നാൽ നിങ്ങൾ 2 കാര്യം ചെയ്താൽ തന്നെ നിങ്ങളുടെ ഷോർട്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾ പോലും അറിയാതെ കൂടും. അതിനാദ്യം നിങ്ങളുടെ ഷോർട്സിൻ്റെ ശരിക്കുള്ള പ്രശ്നം മനസ്സിലാക്കുക. എന്നിട്ട് അതിനൊരു പേനയും പേപ്പറും എടുത്ത് എഴുതിക്കോ. നിങ്ങളെങ്ങനെ നിങ്ങളുടെ വീഡിയോസിലെ പ്രോബ്ലംസ് കണ്ടെത്തുമെന്ന് ഞാൻ ഈ വീഡിയോ നേരത്തെ പറഞ്ഞായിരുന്നു. എന്നാൽ ഇതിപ്പോൾ ആർക്കും കാണാൻ പറ്റത്തില്ല, അൺലിസ്റ്റഡ് ആണ്. എന്നാൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഈ ഭാഗം കാണുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ അതിനെ ഇവിടെ കൊടുത്തേക്കാം. ഓർത്തത് ചാനലിൽ കിട്ടില്ല, ഈ വീഡിയോ കാണുന്നവർക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ. സോ ഇത് കണ്ട് നിങ്ങളുടെ പ്രോബ്ലം എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ അതൊക്കെ ഇനി എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറയാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു 10 പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുണ്ടേ ആ 10നെയും ഒറ്റയടിക്ക് പരിഹരിക്കാൻ നോക്കല്ലേ. പകരം ഒരു വീഡിയോയിൽ 1% വെച്ച് ഇമ്പ്രൂവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വോയിസ് എക്കോ ഉണ്ട്, കോൺഫിഡൻസ് ഇല്ല, ഫുൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആണേ, അടുത്ത ഷോർട്സ് എക്കോ മാറ്റാൻ നോക്കുക. എന്നിട്ട് അതിൻ്റെ അടുത്ത ഷോർട്സ് ബാക്ക്ഗ്രൗണ്ട് നോയ്സും
അതിൻ്റെ അടുത്ത ഷോട്ട്സ് ചെയ്ത് അടുത്ത ഷോട്ട്സ് ചെയ്ത് അടുത്ത ഷോട്ട്സ് ചെയ്ത് എന്ന് പോവുക. വോയിസിൽ മാത്രമല്ല സെയിം കാര്യം വീഡിയോയിൽ നോക്കണം. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് പോരാ, എഡിറ്റിംഗ് പോരാ എന്ന് തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഓരോന്ന് വെച്ച് ഇമ്പ്രൂവ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾ പോലും അറിയാതെ തനിയെ കൂടും. അതായത് നിങ്ങൾ ഒരിക്കൽ സോൾവ് ചെയ്ത പ്രോബ്ലം വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ വോയിസിലെ എക്കോ മാറ്റി കോൺഫിഡൻസ് കൂട്ടി ബാക്ക്ഗ്രൗണ്ട് വോയിസ് മാറ്റിയെങ്കിൽ വീണ്ടും എക്കോ ഉണ്ടാകാതിരിക്കാൻ നോക്കുക. ചെറുതായിട്ടൊക്കെ എല്ലാവരുടെ വോയിസും എക്കോ അടിക്കും, അറിയാം. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെങ്കിൽ ബാക്കി കേൾക്ക്, ഇനി മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി കേൾക്ക്. നാലാമത്തെ ട്രിക്ക് ടൈറ്റിലാണ് ഒളിച്ചിരിക്കുന്നത്. സോ ഈ 4 കാര്യങ്ങൾ ടൈറ്റിൽ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഷോർട്ട് ഫീഡ് വഴി സ്ക്രോൾ ചെയ്യുന്ന ഒരാൾ അയാൾ കാണുന്ന ഷോർട്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് തംബ്നെയിൽ കണ്ടിട്ടല്ല, രണ്ടാമത് കാണുന്ന ടൈറ്റിൽ കണ്ടിട്ടാണ്. ആദ്യത്തെ എന്താണെന്ന് പാർട്ട് 3 പറയാം. എന്നാൽ നിങ്ങൾ ഈ ടൈറ്റിലിൽ കുറേ ടാഗും വാരിയിട്ട് വലിച്ചു വാരി എഴുതിയാൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് ടൈറ്റിൽ ക്ലീൻ ആക്കി വെക്കുക. സോ റൂൾ നമ്പർ 1, ടൈറ്റിലി ഹാഷ് ടാഗ് ഇടല്. എന്തിന്? ഹാഷ് ഷോർട്സ് എന്ന് പോലും ഇടരുത്. നിങ്ങൾക്ക് എന്ത് ടാഗ് ഇടണമെങ്കിലും അതിനെ ഡിസ്ക്രിപ്ഷൻ ഇട്, എന്നാൽ ടൈറ്റിൽ ഇടരുത്. എടാ, നിന്നെക്കാൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ട് ടാഗ് ഇട്ടാലേ വൈറലാത്തോന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ബ്രോ, യൂട്യൂബ് തന്നെ ടാക്സ് ഇട്ടാലും ഇല്ലെങ്കിലും ഒരേപോലാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാ, പണ്ട് 2019 ഒക്കെ ടൈമിൽ ടാക്സ് ഇട്ടാലേ വൈറലാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. എന്നാൽ 2024 ടാക്സിന് ഒരു വിലയില്ലെന്ന് യൂട്യൂബാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇട്ടാലേ വൈറലാകുമെന്ന് വിശ്വസിക്കുന്നത് വിഡിത്തമാണ്. അപ്പോൾ പിന്നെ അവരെന്തിനാ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് വ്യൂസ് കിട്ടാനും പൈസ ഉണ്ടാക്കാനുമാണ്. സോ നിങ്ങൾ ടൈറ്റിലിൽ ടാക്സ് ഇടാതെ ഡിസ്ക്രിപ്ഷനിൽ ഇടുമ്പോൾ തന്നെ ടൈറ്റിൽ കാണാൻ മുമ്പത്തേനേക്കാൾ സൂപ്പറാവും. എടാ, ടാക്സ് ഇമ്പോർട്ടന്റ് അല്ലേ, പിന്നെന്തോ നീ ഡിസ്ക്രിപ്ഷൻ ഇടാൻ പറയുന്നത്? ബ്രോ, ടാക്സ് എത്ര ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് പറഞ്ഞാലും ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് ചിലപ്പം ആശ്വാസമായേക്കും. അതാ ഞാൻ പറഞ്ഞത്. റൂൾ നമ്പർ 2, എന്തെഴുതിയാലും അതിനെ ചുരുക്കി എഴുതുക. അതായത് ചെറുതാക്കി മനസ്സിലാകുന്ന പോലെ എഴുതുക. എന്നാൽ ഇത് ഷോർട്ട് വീഡിയോ വഴി കാണുന്നവർക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കൂടുതൽ വ്യൂസ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ SEO ഫ്രണ്ട്ലി ആയിട്ട് വേണം ടൈറ്റിൽ എഴുതാൻ. ഫോർ എക്സാമ്പിൾ, ഞാനിട്ട ബെസ്റ്റ് കാറ്റഗറി എന്നുള്ള ഷോർട്സ് ആവശ്യക്കാർ സെർച്ച് ചെയ്താണ് അധികവും കാണുന്നത്. എന്നാൽ അഖിലന്നാരിയുടെ പോലുള്ള എൻ്റർടൈൻമെൻറ്റ് ഷോർട്സ് ആളുകൾ ഷോർട്ട് ഫീൽഡിലായിരിക്കും കാണുക. നിങ്ങൾക്ക് കാര്യം കത്തിയെന്ന് വിശ്വസിക്കുന്നു. സോ റൂൾ നമ്പർ 3, ഇമോജീസ് ആഡ് ചെയ്യണം. ബട്ട് എന്തിന്? നിങ്ങളുടെ ഷോർട്സ് എന്താണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കണേ അവർ ആ ടൈറ്റിൽ വായിക്കേണ്ടതുണ്ട്. എന്നാൽ അതേസമയം ഒരു ഇമോജി കൂടി ആഡ് ചെയ്യുമ്പം അവരുടെ ശ്രദ്ധ ആദ്യം ആ ഇമോജിയിലോട്ടായിരിക്കും പോവുക. അതിൻ്റെ അത് കാണുമ്പോഴേ അവർക്ക് ടൈറ്റിൽ വായിക്കാനുള്ള ഇൻട്രസ്റ്റും കൂടാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്തെങ്കിലും ഒരു കോമഡി വീഡിയോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ചിരിക്കുന്ന ഇമോജി ആഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അവർക്ക് ആ ഇമോജി കാണുമ്പോഴേ മനസ്സിലാകും ഷോർട്സിൽ എന്തോ ഫണ്ണായിട്ടുള്ള കാര്യമായിരിക്കും പറയാൻ പോകുന്നതെന്ന്. ചിരിക്കുന്നത് മാത്രമല്ല, സിറ്റുവേഷൻ അനുസരിച്ച് ഇതെല്ലാം ഉപയോഗിക്കാം. ഇനി ബോണസ് ടിപ്പായിട്ട് ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് 10K കുറവാണ് ലൈക്കെങ്കിൽ അതിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ നോക്കുക. കാരണം ഭൂരിഭാഗം വ്യൂവേഴ്സും ഒരു ഷോർട്സ് കൊള്ളാവോ ഇല്ലയോ എന്ന് ആദ്യമേ തീരുമാനിക്കുന്നത് അതിന് എത്ര ലൈക്ക് ഉണ്ടെന്ന് നോക്കിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഷോർട്സ് കണ്ടു, ആ ഷോർട്സ് ഭയങ്കര ബോറിംഗ് ആണ്, ലൈക്കിൻ്റെ എണ്ണോ 100 കുറവാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നിയില്ല. സോ അത് കാണാതെ സ്ക്രോൾ ചെയ്ത് അടുത്തത് കാണും. എന്നാൽ അതേ ബോറിംഗ് ഷോർട്സിന് 2 ലക്ഷം ലൈക്ക് ഉണ്ടേ നിങ്ങളത് അവസാനം വരെ കണ്ടില്ലേലും പകുതി വരെയെങ്കിലും ഇരുന്ന് കാണും. ചിലരാണ് എന്നെപ്പോലെ അതിനെങ്ങനെ ഇത്രയും ലൈക്ക് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ഫുള്ള് കാണും. സോ നിങ്ങളുടെ ഷോർട്സിൻ്റെ ലൈക്ക് 10K കുറവാണെങ്കിൽ അതിനെ ഹൈഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് 10K കൂടുതലാകുമ്പം അതിനെ അൺഹൈഡ് ചെയ്തോ. പിന്നെ ഹൈഡ് ചെയ്താലേ വൈറലാകും എന്നൊന്നുമില്ല, ഹൈഡ് ചെയ്യാതെ വൈറലാകാം. എന്നാൽ ഇത് നിങ്ങൾക്കൊരു ട്രിക്കായിട്ട് ട്രൈ ചെയ്യാം. ഇനി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്ക് 500 ലൈക്ക് കിട്ടിയാൽ പാർട്ട് 3 എത്രയും പെട്ടെന്ന് ഇടും. ഇനി കിട്ടിയില്ല വേറെ 2-3 വീഡിയോ കൂടി ഇട്ടിട്ടേ ഞാൻ പാർട്ട് 3 ഇടത്തുള്ളൂ. അതുകൊണ്ട് ലൈക്ക് അടിച്ചില്ലേ ലൈക്ക് അടി, സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യ്, എന്നിട്ട് 5ാമത്തെ ട്രിക്കിന് ഇവിടെ തൊട്ടോ. എന്തെന്നാൽ ഇതാണ് പാർട്ട് 1. എത്രയും പെട്ടെന്ന് തൊട്ടോ, നമുക്ക് അവിടെ കാണാം. പിന്നെ ലൈക്ക് അടിക്കാൻ മറന്നെങ്കിൽ അടിച്ചേച്ച് പോരെ.